ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് അധികവും. ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നു എന്ന് സത്യസന്ധമായി പറയുവാൻ കഴിയുന്ന ഒരു കൂട്ടായ്മ ഈ ലോകത്തിൽ എവിടെയെങ്കിലും കാണുന്നത് അസാധ്യമാണ്. മിക്ക വിശ്വാസികൾക്കും തങ്ങളോട് അനുകൂലിച്ച് അവരുടെ കൂടെ ചേരുന്നവരെ മാത്രം സ്നേഹിക്കുവാനാണ് ആഗ്രഹം. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയല്ല. യെശയ്യാവ് 49 അധ്യായം 15 തിരുവചനം: ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നന്നേ രാവിലെ മുതൽ രാത്രി വൈകിയും പിന്നെ രാത്രി മുഴുവനും തൻ്റെ കുഞ്ഞിനു വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ് അമ്മമാർ. യാതൊരു വിധമായ പ്രതിഫലവും ലഭിക്കുന്നില്ല, എങ്കിലും അത് വർഷങ്ങളോളം തുടരുകയാണ്, അതും സന്തോഷത്തോടെ തന്നെ. ഒറ്റിക്കൊടുക്കലിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും മുറിവുകൾ ഏറ്റതിനു ശേഷവും നമ്മുടെ കർത്താവ് യേശു തമ്പുരാന് തൻ്റെ ശിഷ്യന്മാരോടുള്ള സ്നേഹത്തിന് കുറവ് വരുന്നില്ല. യേശു തമ്പുരാൻ അവരെ നോക്കുന്നത് കരുണയോടെയാണ്, സ്നേഹത്തിൻ്റെ അകമ്പടിയോടെയാണ്. യേശു തമ്പുരാൻ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്: യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. വാസ്തവത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും യേശു തമ്പുരാനെ അനുഗമിക്കുവാനുമാണ് യേശു അവിടെ ആവശ്യപ്പെടുന്നത്. യോഹന്നാൻ 14:15: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഏതൊരവസ്ഥയിലും വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിനെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കർത്താവിനെ അനുഗമിച്ച് ജീവിക്കുവാനുമൊക്കെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.